ഹലോ, അപ്പോൾ ഇന്ന് നമ്മളൊരു ക്രീമി ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ 500 ml വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടിച്ച് പഞ്ചസാര അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ റിച്ച് ഗോൾഡിൻ്റെ തന്നെയാണ് എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീം, അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓൾറെഡി മധുരം ഉള്ളതാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല വിപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രൂ കോഫി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല, പക്ഷേ ഇൻസ്റ്റൻറ്റ് പൗഡർ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിലേക്കായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ ഞാൻ കുറച്ച് മഞ്ചിൻ്റെ ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോഫി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോഫി മിക്സിങ്ങും പിന്നെ വിപ്പിംഗ് ക്രീമും. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതുപോലെ ഒരു വലിയ ട്രൈ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുഡിംഗ് ട്രൈ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചധികം തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വലിയ ട്രൈ എടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ ബിസ്ക്കറ്റും നമുക്ക് ഈ കോഫി മിക്സിങ്ങിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ട്രൈൻ്റെ അടിഭാഗത്ത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഗ്യാപ്പില്ലാതെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ഇതിൻ്റെ അടിഭാഗത്ത് ഫുള്ളായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണും അതുപോലെ തന്നെ അതേ വലുപ്പത്തിലുള്ള ഒരു ഫോർക്കാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ക്രീമിൻ്റെ മുകളിലായി വെച്ച് കൊടുത്തിട്ട് ഒരു അരിപ്പയിൽ കുറച്ച് കോക്കോ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൊക്കോ പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ ആ സ്പൂൺ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മഞ്ചിൻ്റെ ക്രംസൊക്കെ ഒന്ന് ഇതിലിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ പുഡിങ്ങിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമ്മുടെ പുഡിങ് സെറ്റ് ആയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ പുഡിങ് ഇതിൻ്റെ പേര് പോലെ തന്നെ നല്ല ക്രീമി ആയിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.